ക്രൈസ്തവ സമൂഹത്തെ ഈ കേരള MP മാർ വഞ്ചിച്ചു എന്നുള്ള ഒരു സംഭവം തന്നെയാണോ കാണാൻ സാധിക്കുന്നത്? സംശയമില്ലല്ലോ. ഇത് വലിയ ചതിവല്ലേ, ഇത് കൊടും ചതിവല്ലേ ചെയ്തിരിക്കുന്നത്. ക്രൈസ്തവ സമൂഹത്തോട് ഇതുപോലെ ചതിവ് ചെയ്ത MP മാരുണ്ടോ? കേരളത്തിലെ എന്നല്ല, ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹത്തെ മാത്രമല്ല, ഇന്ത്യയിലെ ഹിന്ദു സമൂഹത്തെയും ഇന്ത്യയിലെ പാവപ്പെട്ട മുസ്ലിങ്ങളെയും ഇവർ വഞ്ചിച്ചിരിക്കുക. ഈ നിയമത്തിനെതിരെ നിൽക്കുന്നത് വഴി ഇന്ത്യയിലെ ജനങ്ങളെ വഞ്ചിച്ചിരിക്കുക. എന്തുകൊണ്ടാണ് ഇവർ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഈ ഒരു ബില്ലിനെ എതിർക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? പ്രധാനപ്പെട്ട കാരണം വോട്ട് വാങ്ങിയത് തന്നെ. പക്ഷെ അത് അധികം താമസിയാതെ അപ്പീസ്മെന്റ് പൊളിറ്റിക്സ് എന്ന് പറയും, അത് അധികം താമസിയാതെ ജനത്തിന് മനസ്സിലാവും. കോൺഗ്രസ് MP മാർ അവർ ജനങ്ങളെ ഇരയാക്കിയിരിക്കുകയാണ്. ഇരകൾ ഈ നാട്ടിലെ ജനങ്ങളാണ്. അവർ വേട്ടക്കാരാണ്. അവർ വേട്ടക്കാരോടൊപ്പം തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഈ നാട്ടിലെ ജനങ്ങളെ വീണ്ടും ഇരയാക്കാൻ ഓടിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് ബോധോദയം ഉണ്ടാകണമെന്ന് ഞങ്ങൾ സർവശക്തരായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഈ ഫോട്ടോത്തിൽ കാണുന്നവരെല്ലാം ഇവിടെ വന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ലോകസഭയിൽ ഞങ്ങൾ എതിർക്കുകയും ചെയ്യുന്ന ഇവരുടെ മുമ്പിൽ തന്നെ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി ദൈവദൂതനെ പോലെ ഞങ്ങൾ അദ്ദേഹത്തെ കാണുകയും ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഹമന്ത്രിമാരും ഇന്ന് എത്രത്തോളം കിടന്ന് ബുദ്ധിമുട്ടുണ്ടെന്ന് ഞങ്ങൾ TV-യിലൂടെ മനസ്സിലാക്കുന്നു. അവരുടെ എല്ലാ പ്രവർത്തനത്തിനും എല്ലാവിധ അഭിവാദനങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ചേട്ടാ നമസ്കാരം. നമസ്കാരം. വഖഫ് ബോർഡ് വിഷയത്തിൽ ഇപ്പോൾ കേരള MP മാർ പൂർണ്ണമായിട്ടും ഇവിടുത്തെ ജനങ്ങളെ വഞ്ചിച്ചു എന്ന് തോന്നുന്നുണ്ടോ? അല്ല, അതിലിപ്പോൾ പറയുന്നത് ചില മീഡിയ പറയുന്നത് കോൺഗ്രസ് MP-മാർ വെട്ടില്ല എന്ന് പറഞ്ഞു. എൻ്റെ അഭിപ്രായത്തിൽ സത്യത്തിൽ കോൺഗ്രസ് MP-മാർ വെട്ടിലായതല്ല. അവരുടെ നിലപാട് എന്നും ഇങ്ങനെയായിരുന്നു. വെട്ടിലായത് മുൻപത്തെ ജനങ്ങൾക്ക് നീതി കൊടുക്കുമെന്ന് വിശ്വസിച്ച കേരളത്തിലെ ഭൂരിഭാഗം വരുന്ന ക്രൈസ്തവ വിഭാഗക്കാരുമാണ് വെട്ടിലായത്. ജനങ്ങളെ കുടിയിറക്കപ്പെടുന്നവനോടൊപ്പം അനുകമ്പയോട് നിൽക്കുന്ന ആളുകളാണ് വെട്ടിലായത്. കോൺഗ്രസ് എന്ന് പറയുന്നത് എന്നും എടുത്തിരിക്കുന്ന നിലപാട് ഇത് തന്നെയാണ്. അതിലൊരു വ്യത്യാസമില്ല. അതുകൊണ്ട് ഇതിൽ ഞങ്ങൾക്ക് വലിയ അത്ഭുതമായിട്ടും തോന്നില്ല. ഒരുപക്ഷെ മുൻപത്തെ ജനവിഭാഗങ്ങൾക്ക് ഇതൊരു അത്ഭുതമായി തോന്നിയേക്കാം കോൺഗ്രസ് ഇങ്ങനെ ഒരു നിലപാടെടുത്തോ എന്നുള്ളത്. ഇത് എന്താണ് ഇത് ഇവിടുത്തെ മുൻപത്തെ ജനങ്ങൾക്ക് വേണ്ടി, ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടി അവരെ കുടിയിറക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവരോട് അപേക്ഷിച്ച് അവരുടെ മുമ്പിൽ മെഴുതിരി കത്തിക്കുന്ന പരിപാടിയാണ് ന്യൂനപക്ഷ മോർച്ച ഇവിടെ സംവിധാനം ചെയ്തത്. കേരള MP-മാർ ട്രോളും എന്നല്ല, ഞങ്ങൾ സീരിയസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നതാണ്. സീരിയസ് ആയിട്ട് അവരോട് അപേക്ഷിക്കുകയാണ്. ഇപ്പോൾ ഈ കേരളത്തിലെ ഈ MP-മാർ പൂർണ്ണമായിട്ടും മുസ്ലിം മത വോട്ടിന്റെ അല്ലെങ്കിൽ ആ ഒരു പ്രീണന രാഷ്ട്രീയത്തിന്റെ പേരിൽ ക്രൈസ്തവരെ പൂർണ്ണമായിട്ടും വഞ്ചിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ അവർ എല്ലാ കാലത്തും അങ്ങനെയല്ലോ. വഞ്ചിക്കുക എന്ന് പറയുന്ന ആദ്യമായിട്ട് അത്ഭുതത്തോടു കൂടി വരുന്നൊരു കാര്യത്തെയാണല്ലോ നമ്മൾ വഞ്ചിച്ചു എന്നൊക്കെ പറയുന്നത്. ഇത് വഞ്ചനയല്ലല്ലോ, സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം വഞ്ചനയാന്ന് പറഞ്ഞാൽ ഇവർ എന്നും ഇങ്ങനെയായിരുന്നു. എന്നും പ്രീണനത്തിനും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനും വേണ്ടി തന്നെയാണ് കോൺഗ്രസ് നിലകൊണ്ടിട്ടുള്ളത്. അത് തന്നെയാണ് അവരിപ്പോഴും ഇനിയും അവർ തുടരാനാണ് സാധ്യത. പിന്നെ അവരതിൽ നിന്ന് മാറുമൊന്നുമില്ല. വോട്ട് ബാങ്ക് രാഷ്ട്രീയം അതിന് എങ്ങനെ സൂചിപ്പിക്കണം? ഈ പറയുന്ന 650 വീട്ടുകാരുടെ വോട്ടല്ല വിഷയം. അതിനേക്കാൾ ഉപരി വ്യാപിച്ചു കിടക്കുന്ന വേറെ ഒരുപാട് സ്ഥലത്തെ വോട്ടുണ്ട് എന്നാണ് ഹൈബീഡനെ പോലുള്ള MP-മാരുടെ വിശ്വാസം. അതിനെ അധികരിച്ചുകൊണ്ടാണ് അവർ നടപടി എടുത്തിരിക്കുന്നത്. ജിജി ജോസഫ്. ഇവിടെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഇടയിൽ രാഷ്ട്രീയപരമായിട്ട് വലിയൊരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? BJP-ക്ക് അനുകൂലമാകാനുള്ള ഒരു സാധ്യത ഉണ്ടോ? BJP-ക്ക് അനുകൂലമാണല്ലോ. ഇപ്പോൾ തൃശ്ശൂർ തെരഞ്ഞെടുപ്പ് തന്നെ BJP-ക്ക് അനുകൂലമായിട്ടൊരു നിലപാടല്ലേ കാണിച്ചത്. അവിടെ ക്രൈസ്തവ സമൂഹങ്ങൾ BJP-ക്ക് എതിരായിട്ട് വോട്ട് ചെയ്തിട്ടൊന്നുമില്ല. അത് അനുകൂലമായിട്ടുള്ള നിലപാടാണ്. ക്രൈസ്തവർക്ക് എതിരായിട്ടുള്ളൊരു നിലപാട് എടുക്കുന്നു എന്ന് ക്രൈസ്തവരെ ഭയപ്പെടുത്താൻ വേണ്ടി, ഭീഷണിപ്പെടുത്താൻ വേണ്ടി ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ പറഞ്ഞുണ്ടാക്കുന്നതല്ലേ. എപ്പോഴും സൗഹാർദ്ദപരമായി പോകുന്നൊരു പാർട്ടിയും എല്ലാവരുടെയും വികാസത്തിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നതെന്ന് എപ്പോഴും പറയുന്നൊരു പാർട്ടിയുമാണ് BJP. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ആക്ഷേപം ഈ BJP-ക്ക് ഉള്ളിൽ ഇനി BJP-യിൽ നേരെ കൊണ്ടുവന്നാൽ അത് ആ ജനവിഭാഗം ക്ഷമിക്കില്ല. ഇവിടെ CPM-ന്റെ നേതൃത്വം വലിയ തരത്തിൽ തന്നെ ഈ വഖഫ് ബില്ലിനെ എതിർത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. ഒരു MP ആണുള്ളത്. അപ്പോൾ ഈ കേരളത്തിലെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് CPM-ന് ഒരു തിരിച്ചടിയാവാനുള്ള സാധ്യത ഉണ്ടോ? അവർ രണ്ടുപേരും ഇതിപ്പോൾ ഇന്ത്യ മുന്നണി ഒന്നിച്ചാണല്ലോ. ഇത് തിരിച്ചടി ആയാൽ തന്നെ ആർക്കാ തിരിച്ചടിയാവുന്നത്? UDF-ന് അനുകൂലമായിട്ട് വരുമെന്നാണ്. അങ്ങനെയൊന്നുമല്ല. ഇതിനകത്ത് പ്രധാനപ്പെട്ട വിഷയം CPM-ഉം കോൺഗ്രസും മത്സരം നടത്തുകയാണ്. മുസ്ലിം വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടുള്ള മത്സരമാണ് നടക്കുന്നത്. ആ പ്രീണനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് എക്കാലത്തും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ അധികാരത്തിലെത്താം എന്നാണ് CPM-ഉം കരുതുന്നത്. അപ്പോൾ അത് നമുക്ക് കാത്തിരുന്ന് കാണാം. പാർലമെന്റിൽ വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ സംസാരിക്കുകയും മുൻപത്തെ ജനങ്ങളെ വഞ്ചിക്കുകയും ചെയ്ത കേരളത്തിലെ 19 MP-മാരുടെ ചിത്രങ്ങൾക്ക് മുന്നിൽ മെഴുകുതിരി കത്തിച്ചുകൊണ്ടുള്ള വലിയൊരു പ്രതിഷേധം
അവരുടെ ചിത്രങ്ങൾക്ക് മുന്നിൽ മെഴുകുതിരി കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ മുനമ്പത്ത് നടക്കുന്നത്. നിരവധി സ്ത്രീജനങ്ങളും അതോടൊപ്പം തന്നെ മുനമ്പത്തെ പ്രധാനപ്പെട്ട എല്ലാ വ്യക്തിത്വങ്ങളും ഈ ഒരു പ്രതിഷേധ പരിപാടിയിൽ വലിയ സജീവമായിട്ട് തന്നെ പങ്കെടുക്കുകയാണ്. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് സംസാരിക്കുവാൻ സമരസമിതിയുടെ കൺവീനർ ചെയർമാൻ ശ്രീ സബാസിൻ ചേട്ടനെ ക്ഷണിച്ചോളൂ. പ്രിയമുള്ളവരെ, 3 വർഷം 3 മാസമായി നമസ്കാരം. ചേട്ടാ, ഇപ്പോൾ വഖഫ് ഭേദഗതി ബില്ല് ഇപ്പോൾ പാർലമെന്റിൽ പാസ്സാക്കുന്ന നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. എത്രത്തോളം പ്രതീക്ഷയുണ്ട്? അല്ല, സംശയം എന്നുള്ളത് വഖഫ് ഭേദഗതി നിയമം പാർലമെന്റിൽ പാസ്സാവും, രാജ്യസഭയിൽ ചർച്ചയും രാജ്യസഭയിലും പാസ്സാവും. അതൊരു നിയമമായി വരും. സ്വാഭാവികമായിട്ടും മുനമ്പം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ വഖഫ് അധിനിവേശത്തിനെതിരായി പോരാടുന്ന എല്ലാ ആളുകൾക്കും നീതി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കേരളത്തിലെ 17% വരുന്ന ക്രൈസ്തവ വിഭാഗത്തെ കോൺഗ്രസ് അതോടൊപ്പം തന്നെ CPM ചതിച്ചു എന്ന് തോന്നുന്നുണ്ടോ ഈ ഒരു വിഷയത്തിൽ? അല്ല, ക്രൈസ്തവ വിഭാഗത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹത്തെ വഞ്ചിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. അവർക്ക് ഈ കാര്യത്തിൽ മനുഷ്യത്വപരമായ നിലപാട് സ്വീകരിക്കാത്ത ഒരു പാർട്ടികളാണ് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും എന്ന് തെളിയിച്ച ഒരു സന്ദർഭമാണ് ഇപ്പോൾ ഉള്ളത്. ഇത് അവകാശ പോരാട്ടമാണിത്. സ്വന്തം മണ്ണ്, സ്വന്തം പൂർവികർ ഉറങ്ങുന്ന മണ്ണ്, സ്വന്തം പൂർവികരുടെ അസ്ഥി നിലനിൽക്കുന്ന മണ്ണ്, സ്വന്തം പൂർവികർ പൂജിച്ച കല്ല് നിലനിൽക്കുന്ന അല്ലെങ്കിൽ അവിടെ ആരാധനമൂർത്തികൾ നിലനിൽക്കുന്ന ഈ മണ്ണ് നഷ്ടപ്പെടുമെന്ന് വന്നപ്പോഴാണ് ഈ പള്ളിയങ്കണത്തിൽ ഞങ്ങളെല്ലാം ഒത്തുകൂടി സമരവുമായി മുന്നോട്ട് പോകുന്നത്. ഇത് അവകാശ പോരാട്ടമാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടേതെന്ന് വിശ്വസിക്കുന്ന ഞങ്ങളുടെ ഈ മണ്ണ് നഷ്ടപ്പെടുമെന്ന് തോന്നിയപ്പോൾ അവകാശ പോരാട്ടവുമായി മുന്നോട്ട് പോകുമ്പോൾ ആ ജനതയെ വഞ്ചിച്ച ആളുകളാണ് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ആളുകൾ. ഏതെങ്കിലും ഒരു സമുദായത്തെ ഇത്ര ശതമാനത്തിനെ വഞ്ചിച്ചു എന്നുള്ളതല്ല. കാരണം കത്തോലിക്ക സഭയുടെ നേതൃത്വം ഇവിടുന്നുള്ള MP-മാരുടെ ഒരു കാര്യം അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കാരണവശാലും ഈ ബില്ലിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യരുതെന്ന്, അനുകൂലമായിട്ട് വോട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അവരത് എതിർത്ത് വോട്ട് ചെയ്യാനുള്ള എല്ലാവിധ സാഹചര്യം ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തെ വഞ്ചിച്ചു എന്നുള്ളതല്ലാതെ മറ്റെന്താണ് പറയാനുള്ളത്? അല്ല, ഇതിൽ കാണേണ്ടത് ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാർ അല്ലെങ്കിൽ KCBCയുടെ തലവന്മാർ, അവർക്കത് പറയാനുള്ള അവകാശമുണ്ട്. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അവരുടെ തിണ്ണനിരങ്ങുന്ന ആളുകളാണ് കോൺഗ്രസിൻ്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ. ആ ആളുകളാണ് MP-മാരായിട്ടുള്ളത്, MLA-മാരായിട്ടുള്ളത്. അതുകൊണ്ടാണ് KCBC തലവന്മാരും പല മതപുരോഹിതന്മാരും ഈ വഖഫ് ഭേദഗതി നിയമം പാർലമെന്റിൽ വരുമ്പോൾ അതിനെ അനുകൂലമായ നിലപാട് സ്വീകരിക്കണം എന്ന് അവർ ഈ MP-മാരോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് ഞാനൊരു ശതമാനത്തിൻ്റെ കണക്ക് പറഞ്ഞുകൊണ്ട് ക്രൈസ്തവരെ വഞ്ചിച്ചു അല്ലെങ്കിൽ ഏതെങ്കിലും സമുദായത്തെ വഞ്ചിച്ചു എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇവർ കാണിച്ചിട്ടുള്ളത് വലിയ ജനവഞ്ചനയാണ്, വലിയ ജനദ്രോഹപരമാണ്, വലിയ എന്താ പറയുക നീതീകരിക്കാനാവാത്ത ജനദ്രോഹമാണ് ഈ രണ്ട് കൂട്ടരുടെയും ആളുകൾ സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.